ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാളവ്യ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാം മാറ്റിമറിക്കുന്ന ഒരു രാജയോഗം തന്നെയാണിത്. ഈ രാശിക്കാരുടെ വിവാഹം നടക്കും, ശമ്പളം വർദ്ധിക്കും, ജോലിയിൽ ഉയർച്ച ലഭിക്കും. ഈ രാശിക്കാർ ആരൊക്കെയാണെന്ന് അറിയാമോ? ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ജ്യോതിഷം പലരും കരുതുന്നത് പോലെ ഒരിക്കലും ചെറിയ കാര്യമല്ല. പ്രപഞ്ചത്തിലെ ഏത് ജീവജാലത്തിൻ്റെയും സൃഷ്ടിക്ക് പിന്നിൽ ഒരു നിയോഗമോ കാരണമോ ഉണ്ടെന്ന് ഇതിൽ നിന്ന് വളരെ ആഴത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ജനനം തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കാൻ ജ്യോതിഷം വഴി സാധിക്കുമെന്നും പലപ്പോഴും പറയപ്പെടുന്നു. ഇതെല്ലാം ഗ്രഹനില, രാശിക്കൂറ്, ജന്മനക്ഷത്രം, സമയം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെയും ഗണിക്കുന്നത്. അതനുസരിച്ച് ഓരോരുത്തരെയും യോഗങ്ങളും പല രീതിയിൽ വ്യത്യാസപ്പെടും. ആകെ ജ്യോതിഷത്തിൽ 9 ഗ്രഹങ്ങളാണ് ആകെയുള്ളത്. എന്നാൽ അതിൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു ഇവയിൽ ആദ്യത്തെ 7 ഗ്രഹങ്ങൾ ഭൗതികമായി നിലവിലുള്ളവയാണ്. ശേഷിക്കുന്ന രാഹുവും കേതുവും ജ്യോതിഷപരമായ സങ്കല്പങ്ങൾ മാത്രമാണ്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നിങ്ങനെയാണ് 12 രാശികളായി നാം പ്രധാനമായും കണക്കാക്കുന്നത്. ഇവ കൂടാതെ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരോട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിങ്ങനെ 27 നക്ഷത്രങ്ങളുമുണ്ട്. ഭാരതീയ ജ്യോതിഷത്തിൽ എന്നാണ് നിങ്ങൾ അറിയേണ്ട മറ്റൊരു അടിസ്ഥാനപരമായ കാര്യം. ഇവയൊക്കെ കൃത്യമായ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നിശ്ചയിച്ചു നൽകിയിട്ടുമുണ്ട്. പറഞ്ഞു വന്നത് സവിശേഷമായ ഒരു രാജയോഗത്തെക്കുറിച്ചാണ്. ഏപ്രിൽ 9 സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഗ്രഹമായ ശുക്രൻ സ്വന്തം രാശിയായ ഇടവത്തിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ശുക്രൻ സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നത് വളരെ ശുഭകരമായ കാര്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. കാരണം ശുക്രൻ ഇടവത്തിൽ പ്രവേശിക്കുന്നതിലൂടെ സുപ്രധാനമായ മാളവ്യ മഹാപുരുഷ രാജയോഗം രൂപം കൊള്ളും. സാധാരണഗതിയിൽ ശുക്രൻ സ്വന്തം രാശിയിൽ, അതായത് ഇടവം അല്ലെങ്കിൽ തുലാം രാശിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഉച്ചരാശിയിൽ, അതായത് മീനത്തിൽ, ജാതകത്തിൻ്റെ കേന്ദ്രഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ സ്ഥാനങ്ങളിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോഴോ ആണ് സവിശേഷമായ മാളവ്യ രാജയോഗം രൂപം കൊള്ളുന്നത്. ഇക്കുറി അത് 3 രാശിക്കാർക്ക് ഗുണകരമായി ഭവിക്കും. ആ ഭാഗ്യം ചെയ്ത രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കണ്ടേ. ആദ്യത്തെ രാശി ഇടവരാശി. ശുക്രന്റെ മാറ്റം ഇവർക്ക് അനുകൂലമായിരിക്കും. ഇത്തരം മാറ്റങ്ങൾ ഇക്കൂട്ടരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. സമൂഹത്തിൽ ബഹുമാനവും ആദരവും നേടാൻ കഴിയും. സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് ഇത് വഴി തുറക്കും. വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹയോഗം കാത്തിരിക്കുന്നു. ഒപ്പം പ്രണയസുരഭിലമായ ദാമ്പത്യവും. കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് അവസരം. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യത ഏറെയാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാൻ സാധ്യത. അടുത്ത ഭാഗ്യം ചെയ്ത രാശി ചിങ്ങരാശി. മാളവ്യ രാജയോഗം ഇവരുടെ കരിയറും ബിസിനസ്സും അനുകൂലമാക്കും. അവരുടെ സംക്രമ ജാതകത്തിലെ കർമ്മഭാവത്തിലാണ് ഇത് രൂപപ്പെടുന്നത്. ഈ സമയത്ത് സ്ഥാനക്കയറ്റം, പുതിയ ഉത്തരവാദിത്തങ്ങൾ, ബഹുമതികൾ എന്നിവയ്ക്കുള്ള സാധ്യതകൾ ഒരുപാടാണ്. തൊഴിലിടങ്ങളിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പിന്തുണ ലഭിച്ചേക്കാം. സമൂഹത്തിൽ പ്രശസ്തി വർദ്ധിക്കും. കല, ഫാഷൻ ഡിസൈനിങ്, സംഗീതം, മോഡലിംഗ് എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് നല്ല മുന്നേറ്റത്തിന് സാധ്യതയുണ്ടാകും. അടുത്ത ഭാഗ്യം ചെയ്ത രാശിക്കാരാണ് കന്നി രാശിക്കാർ. ഈ രാശിക്കാർക്ക് മാളവ്യ രാജയോഗം ഗുണകരമായി മാറുമെന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ ഈ സമയം വിദേശ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലികളിൽ നേട്ടങ്ങൾ ഉറപ്പ്. പുതിയൊരു കരിയർ മാറ്റം വരുത്തുന്നതിന് മുമ്പ് ശ്രദ്ധാപൂർവം ആലോചിക്കണം. ചാടിക്കയറി തീരുമാനമെടുക്കരുത്. ബിസിനസ്സുകാർക്ക് നിക്ഷേപം ലാഭകരമാകുമെന്നതാണ് മറ്റൊരു നേട്ടം. ഇവർക്ക് ജോലി സംബന്ധമായ യാത്രകൾ രാജ്യത്തിനകത്തും പുറത്തും നടത്താം. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.